Hello friends, welcome to MANNUS buddies. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്, സമക് റൈസ്. പേരൊക്കെ കേട്ടിട്ട് ആരും നെട്ടൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് സമക് റൈസ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്കും അറിയിക്കണം, മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു മീനാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കലവയാണ്. ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് നെയ്മീൻ എടുക്കാൻ പറ്റും, പിന്നെ മാച്ചാൻ, ആവോലി, അങ്ങനത്തെ മീനുകളൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതൽ ടേസ്റ്റ്. നമുക്കിനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ചിറകുകളും തലയും ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മന്തി മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ തൈരും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മന്തി മസാലയും മിക്സ് ചെയ്യണം. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് നമുക്കിത് നേരെ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്കിത് മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് തേക്കണം, എന്നാലേ ആ മസാലയൊക്കെ അതിലോട്ട് ഇറങ്ങുള്ളൂ. മീനിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഒരു വാഴല വാട്ടിയെടുക്കണം കുതിയാനായിട്ട്. ഫോയിൽ പേപ്പറിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മളിത് നേരെ കനലിലിട്ടാണ് ചുട്ടെടുക്കണത്, അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അടുത്തതായി നമ്മൾ സമക് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 പച്ചമുളക്, ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു സവാള നമ്മൾ 4ആയി കൊത്തിയരിഞ്ഞതാണ് ഇത്. പിന്നെ ഓയിൽ, 1 കിലോ ബസ്മതി റൈസ്, മന്തി മസാല. ആദ്യം ഓയിൽ നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ഓയിൽ. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയൊന്നും അധികം വാടിക്കിട്ടൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി ഓയിലിൽ. നമ്മൾ ബിരിയാണിക്ക് ഒക്കെ സവോള നന്നായിട്ട് വാടണമല്ലോ, സമക് റൈസിനൊന്ന് സവാള ഒന്നും അങ്ങനെ അധികമായിട്ട് വാടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഓയിൽ സോക്ക് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് കീറിയിട്ടൊന്നുമല്ല ഇട്ടിട്ട്, അങ്ങനെ തന്നെ മുഴുവനത്തോടെയാണ് ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ വലുതായിട്ട് തന്നെ കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം.
തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്നും പാടണ്ട കേട്ടോ, നമ്മൾ ഇത് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്തോളും. അടുത്ത് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് മന്തി മസാലയാണ്. ഇനി വേറൊരു മസാല നമ്മൾ ഈ റൈസിൽ ചേർക്കുന്നില്ല. അപ്പോൾ 1 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. എൻ്റെ ചെറിയ സ്പൂണാണേ, അതാണേ. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഇത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണേ. നമുക്ക് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ, ഇപ്പം ഞാനൊരു ബൗള് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ബൗളിൽ 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ ഒരു ബൗളിലാണ് റൈസ് എടുത്തേക്കണത്. 2 ബൗൾ. പതിനഞ്ച് മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. എല്ലാ ചോറും നല്ലവണ്ണം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. കഴിക്കാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്ത് ഇത് പിടിവായി വെക്കാം. എനിക്ക് മീൻ കിട്ടിയില്ല അമ്മ. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആണ് സംഭവം.